തമിഴ്നാട് പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെ 34% പോളിംഗ് രേഖപ്പെടുത്തി. DMK സഖ്യം അധികാരത്തിലെത്തുമെന്ന് M കരുണാനിധി പറഞ്ഞു. ജനവിധി അറിയാൻ 2 ദിവസം കൂടി കാത്തുനിൽക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രി ജയലളിതയുടെ പ്രതികരണം. 232 മണ്ഡലങ്ങളിലേക്കാണ് തമിഴകത്ത് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ രാവിലെ തന്നെ മിക്ക പോളിംഗ് ബൂത്തിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായി. കനത്ത ചൂടിന് ആശ്വാസമായി മധുരയടക്കമുള്ള സ്ഥലങ്ങളിൽ രാവിലെ മഴ പെയ്തെങ്കിലും അതൊന്നും പോളിംഗിനെ കാര്യമായി ബാധിച്ചില്ല. മുഖ്യമന്ത്രി ജയലളിത ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. ജനവിധിക്കായി 2 ദിവസം കൂടി കാത്തിരിക്കുമെന്ന് ജയലളിത പ്രതികരിച്ചു. അതേസമയം DMK കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം നേടുമെന്ന് DMK അധ്യക്ഷൻ M കരുണാനിധി പറഞ്ഞു. ജയലളിത വീണ്ടും അധികാരത്തിലെത്താൻ ജനം ആഗ്രഹിക്കുന്നില്ലെന്നും DMK വിജയിക്കുമെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. തഞ്ചാവൂരിലും അരുവാക്കുറിച്ചിയിലും പണം വിതരണം ചെയ്ത സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. ജനക്ഷേമ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയകാന്തും ഭാര്യ പ്രേംലതയും വോട്ടവകാശം വിനിയോഗിച്ചു. തമിഴ്നാട് PCC അധ്യക്ഷൻ EVKS ഇളങ്കോവൻ ഈറോഡിലും മുൻ കേന്ദ്രമന്ത്രി P ചിദംബരം കണ്ടനൂരിലും വോട്ട് ചെയ്തു. ഉയർന്ന പോളിംഗ് ശതമാനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നായിരുന്നു നടൻ കമലഹാസന്റെ പ്രതികരണം. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. തമിഴ്നാട്ടിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒട്ടൻചത്രത്തിൽ AIDMK DMK പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 DMK പ്രവർത്തകർക്ക് പരിക്കേറ്റു. തിരുനെൽവേലിയിലും തേനിയിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് അല്പനേരം തടസ്സപ്പെട്ടു. പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എന്നാൽ കാരയ്ക്കലിൽ തുടരുന്ന കനത്ത മഴ പോളിംഗിനെ ബാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.